ഇന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനാണ് പോണത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ ഉടഞ്ഞു പോവില്ല, കുഴഞ്ഞും പോവില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, അതിലേക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയാലും കുഴപ്പമില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ മിക്സും കൂടെ ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചാലും മതി കേട്ടോ. അങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട. നമ്മൾ വെള്ളം വാർത്ത് വെച്ചാൽ ഒട്ടും വെള്ളം പാടില്ല ഈ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളിൽ, എങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോണ പോലെയാവും. അപ്പോൾ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഈ മസാലയിൽ ചേർത്ത് അപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ മതി. ഇത് കുറേ ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണതല്ല, എല്ലാം കൂടെ ഒരുമിച്ചിടുക. ഇതൊരു 4 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അത് മൊത്തം ഞാനിപ്പോൾ ഇട്ടു, ഒറ്റ ട്രിപ്പ് തന്നെ ഇട്ടു. എന്നിട്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇത് മസാല പറ്റിയിട്ട് എടുത്തു വയ്ക്കരുത്. എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പോലെയാവും. അപ്പോൾ കുറച്ചധികം സമയം എടുക്കും ഈ വെള്ളമൊക്കെ വറ്റി വരാൻ. അങ്ങനെ 2 മിനിറ്റ് അടച്ചു വെച്ച് പിന്നെ തുറന്നു കഴിഞ്ഞ് നമ്മളിത് അടിഭാഗം ഇങ്ങനെ മുകളിലേക്കിടാം. അടിഭാഗം ഇപ്പോൾ മൊരിഞ്ഞിട്ടുണ്ടാവും. അപ്പം മുകൾ ഭാഗം അടിഭാഗത്തേക്ക് ആക്കിയിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തീയൊക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് അടിയിലൊക്കെ അങ്ങനെ അടി പിടിക്കണമെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് തീ കുറച്ച് വെച്ചാൽ മതി. എന്നാലും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. അപ്പോൾ ഇത് കുറേ സമയം എടുക്കും ഇങ്ങനെ ആവാനായിട്ട്. പരന്ന പാത്രത്തിൽ ഈ ഇങ്ങനത്തെ ഫ്രൈ ചെയ്തോളൂ. ഇത് കൂടുതൽ ഉരുളക്കിഴങ്ങുള്ളതാണ് കാരണമാണ് ഇങ്ങനെ ഇത്ര അധികം സമയം എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ മറിച്ചിടാനൊക്കെ നല്ല സുഖമാണ്. ഇതിപ്പോൾ മുകളിൽ കിടക്കുന്നത് എണ്ണയിൽ തട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആ ചൂടുള്ള ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. അത് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ നമുക്കിങ്ങനെ ആക്കാൻ പറ്റും. അപ്പോഴേക്കും ഇതൊക്കെ ഫ്രൈ ആയിട്ട് വരും. മാക്സിമം 15 മിനിറ്റേ എടുക്കുള്ളൂ. ഇപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഈ പാകത്തിനായി ഉരുളക്കിഴങ്ങൊക്കെ. അപ്പോൾ നമ്മൾ ഇനി നോക്കി ഏത് ഭാഗം മൊരിയാത്തതെന്ന് വെച്ചാൽ ആ ഭാഗം ഒന്ന് എണ്ണയിലേക്ക് ആക്കി കൊടുക്കുക. അടിയിൽ കരിയാണ്ട് നോക്കിക്കോളൂ കേട്ടോ. അഥവാ കരിയുന്നുണ്ടെന്ന് തോന്നിയാൽ തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഈ മറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയി തുടങ്ങിയിട്ടാ. അപ്പം നമുക്ക് നല്ല ധൈര്യമായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റും. അങ്ങനെ എല്ലാതും നല്ല കഷ്ണങ്ങളൊക്കെ നല്ല ഫ്രൈ ആയി ഉറച്ചു തുടങ്ങി. അപ്പോൾ അത് ആ കഷ്ണം അത്ര ആയിട്ടില്ല. അപ്പം ഞാനതിങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചൂടുള്ള ഭാഗത്തേക്ക് ഇപ്പം നടുവിലത്തെ ഭാഗമല്ലേ ആദ്യം തന്നെ ഫ്രൈ ആയി വരിക. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് എടുത്തിട്ട് നടുവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ആയിക്കോളും ആ ഭാഗം. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രൈ ആയിട്ട് വരണ്ട കേട്ടോ. കാരണം ഇത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ മസാലയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഇപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജായി. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വേഗം തന്നെ മറിച്ചിടാനൊക്കെ പറ്റുന്നുണ്ട്, പൊട്ടിപ്പോവാണ്ട്. വെള്ളം നന്നായിട്ട് വാർത്തതിന് ശേഷം മസാല പുരട്ടിയാൽ മതി കേട്ടോ. അത് ശ്രദ്ധിക്കണം, വെള്ളത്തോടു കൂടെ മസാല പുരട്ടരുത്. ഇപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ റെഡിയായി. ഇനി ഇത്രയും ഓയിൽ ഇങ്ങനെ നമുക്ക് അടിയിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രം ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ള ഓയിലൊക്കെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രൈ മാറ്റിയിട്ട് ഈ ചട്ടിയിൽ കുറച്ച് ചോറിട്ട് കൊണ്ടാൽ നല്ല സ്വാദ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതുപോലെ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. കണ്ടില്ലേ, എല്ലാതും ഇങ്ങനെ ക്രിസ്പി ആവുമൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ തളർന്ന് കിടക്കണ പോലെ തന്നെ ഇത് കിടക്കുക, ക്രിസ്പി ആവില്ല. ക്രിസ്പി ഫ്രൈ അല്ല ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ബൈ.